ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമലയിലെ ഈ വിവാദങ്ങളിലെയൊക്കെ അന്വേഷണം അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് ദേവസ്വം വകുപ്പ്. കൊള്ളയടിക്കാൻ നേതൃത്വം നൽകിയ ആളെ വീണ്ടും സ്വർണം പൂശാൻ ഏർപ്പാടാക്കിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിമർശിക്കുന്നു. സ്വർണത്തിൽ കുറവ് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ നിന്ന് ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ടുള്ള ബന്ധം? ആരുടെ ബിനാമിയാണ്? അയ്യപ്പ സംഗമം നടത്തി കപടഭക്തി പ്രകടിപ്പിച്ച ആളുകളുടെ കാപട്യം ഇപ്പോ അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ 4 കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളത് സർക്കാരിന് അറിയാമെന്നിരിക്കെ, ദേവസ്വം ബോർഡിന് അറിയാമെന്നിരിക്കെ, വീണ്ടും 2025 ഇതേ ആളെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള ആ തീരുമാനം എടുത്തതിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ?